नमस्ते बच्चों, कैसे हो सब लोग? ठीक है ना? तो पिछले क्लास में हम एक नया पाठ पढ़ा था, अंधेर नगरी और चौपट राजा. किसने लिखा? ആരാണ് എഴുതിയത്? ഭാരതേന്ദു ഹരിചന്ദ്രനെ लिखा एक കഹാനി है ना. വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. നമ്മളത് പഠിച്ചതാണ് അല്ലേ? എൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് ആണ്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 31 എടുക്കാം. पुस्तकത്തിൽ पेज नंबर 31. तो ध्यान से बैठना. ओके. गुस्सा कर राजा बोला, फांसी के नाम से अच्छे अच्छों के होश उड़ जाते हैं और तुम दोनों फांसी पर चढ़ने के लिए मारा मारी कर रहे हो. इसका कारण क्या है? गुरुजी तो इसी बात की ताक में थे. वे बोले, राजन, अभी का मुहूर्त 1000 वर्षों में कुछ क्षणों के लिए आता है. इस वक्त जो फांसी पर चढ़ेगा उसे अलग जन्म में आपके राज्य से 5 गुना बड़ा राज्य वैभव प्राप्त होगा. अंधेर नगरी का राजा निरा मूर्ख और चौपट था ही. वह अव्वल दर्जे का लालची भी था. उसने गुरु शिष्य से कहा, कंगाल कहीं की सूरत देखी है आईने में अपनी. बड़े आए हैं 5 गुना बड़ा राज्य का राजा बनने. अरे ठहरो, मैं खुद फांसी चढ़ूंगा. यह कहकर उसने जल्ला से फांसी का फंदा छीनकर अपने गले में डाल लिया और फांसी पर झूल गया. गंगाधर गुरुजी के साथ वहाँ से तुरंत खिसक गया. आज भी वह लोग कहावत प्रचलित है, अंधेर नगरी और चौपट राजा ടക്കേസേർ ഭാജി ടക്കേസേർ ഖാജ. देखो എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്? കഴിഞ്ഞ നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തിയത്? നമ്മുടെ ദീൻദയാലിൻ്റെ ദീൻദയാൽ ആടിനെ അടിച്ചപ്പോൾ അത് ചത്തു. അത് കാരണം എന്ത് ചെയ്തു? ദീൻദയാലിനെ തൂക്കിലേറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ തൂക്കിലേറ്റാൻ കയറെടുത്തപ്പം ദീൻദയാൽ വളരെ ദുർബലനും മെലിഞ്ഞ ഒരാളുമായത് കാരണം കയറെന്താണ് വലിഞ്ഞതായതുകൊണ്ട് അയാളുടെ കഴുത്തിൽ അത് അയഞ്ഞു കിടന്നു. അപ്പോൾ രാജാവ് എന്താ പറഞ്ഞേ? മൂർഖനായ മണ്ടനായ രാജാവ് പറഞ്ഞു, മറ്റൊരു വണ്ണമുള്ള ഒരു തടിയനായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് അയാൾക്ക് കഴുത്തിൽ ഈ കുരുക്കിട്ടോളൂ. അപ്പോൾ അയാളുടെ കഴുത്തിന് ഇത് പാകമായിരിക്കും. അങ്ങനെ ഇവർ അന്വേഷിച്ചു പുറത്തു പോയ സമയത്താണ് ആരെ കാണുന്നത്? നമ്മുടെ ഗംഗാധരനെ കാണും. ഗംഗാധരനെ കൊണ്ടുവരും. അപ്പോൾ ഗംഗാധർ ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ തൂക്കിലേൽക്കുന്നത്? അപ്പോൾ ഗംഗാധർ പാവമാണല്ലേ, അയാളൊന്നും അറിയുന്നില്ല. അവസാനം കഴുത്തിൽ കുരുക്കിടാൻ പോകുമ്പോൾ ഗംഗാധർ പറയും, ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യൂ, എൻ്റെ ഗുരുജീനെ ഞാനൊന്ന് സ്മരിച്ചോട്ടെ, അദ്ദേഹത്തെ ഞാനൊന്ന് ഓർത്തോട്ടെ, പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറയും. അപ്പോൾ ഗുരുജീവിനെ സ്മരിക്കുന്ന സമയത്ത് ഗുരുജി എന്ത് ചെയ്യും? രാജസദസ്സിലെത്തുകയും എന്ത് ചെയ്യും? ഗുരുജി പറയും, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഞാൻ അന്ന് പറഞ്ഞതിൻ്റെ വില? ഇനി ഞാൻ പറയുന്നത് പോലെ നീ കാര്യങ്ങൾ ചെയ്യൂ, അങ്ങനെയാണെങ്കിൽ നിനക്ക് നിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താമെന്ന് പറയും. അങ്ങനെ ഗുരുജിയും നമ്മുടെ രാജാവും കൂടി എന്ത് ചെയ്യും? ആദ്യം ഞാൻ മരിക്കാം, അല്ല ആദ്യം ഞാൻ മരിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുകയും ചെയ്യുമ്പോൾ രാജാവ് ചോദിക്കും, എന്താണ് കാരണം? സാധാരണ ആരും മരിക്കാൻ ആഗ്രഹിക്കത്തില്ല അല്ലേ? തൂക്കിലേറ്റുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിന് നിന്ന് കൊടുക്കുമോ? ഇല്ല, എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുകയാണ്. എന്താ കാര്യം എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ബാക്കിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. പേജ് നമ്പർ 31. ഗുസ്സാകർ രാജ ബോല. അപ്പോൾ രാജാവ് ഇത് കണ്ടിട്ട് വളരെയധികം രാജാവ് ഇങ്ങനെ ആശ്ചര്യനായിട്ട് നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്ന അറിയില്ല. ദേഷ്യം കൊണ്ട് രാജാവ് പറഞ്ഞു, ഫാസി കെ നാം സെ അച്ഛേ അച്ഛോ കെ ഹോഷ് ഉഡ് ജാത്തേ ഹെ. തൂക്കിലേൽക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ബോധം പോകും. എല്ലാവരും എന്ത് ചെയ്യും? ബോധമറ്റി വീഴുന്ന ഈ ഒരു അവസ്ഥയിൽ ഓർ തും ദോനോ ഫാസി പർ ചട്നെ കെ ലിയെ മാരാമാരി കർ രഹേ ഹോ. നിങ്ങൾ രണ്ടും തൂക്കിലേൽക്കാം, ഞാൻ ആദ്യം തൂക്കിലേറ്റോളാം, അല്ലെങ്കിൽ ഞാൻ ആദ്യം തൂക്കിലേറ്റോളാം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് അടിപിടി കൂടുകയാണോ? ഇസ്ക കാരൺ ക്യാ ഹേ? ഇതിൻ്റെ കാരണം എന്താണ്? സാധാരണ ജനങ്ങളൊന്നും തൂക്കിലേൽക്കാൻ മനസ്സോട് വരില്ല. അവരെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ്, ദൈവമേ എന്നെ രക്ഷപ്പെടുത്തണേ ഇതിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങളിവിടെ ഞാൻ ആദ്യം മരിച്ചോളാം എന്ന് പറഞ്ഞു വരുന്നത്. എന്താ കാരണം? ഗുരുജി തോ ഇസി ബാത് കി താക്കുമേ ഥേ. ഗുരുജി ഈ ഒരു ചോദ്യം രാജാവ് ചോദിക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. താക്കുമേ, താക്ന മനെ ഉറ്റുനോക്കുക, അല്ലെങ്കിൽ സ്റ്റെയർ എന്ന് പറയും. അപ്പോൾ രാജാവ് ഇത് ചോദിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഗുരുജി. വേ പോലെ അദ്ദേഹം പറഞ്ഞു, രാജൻ, अभी का मुहूर्त 1000 वर्षों में कुछ क्षणों के लिए आता है. അല്ലയോ രാജാവേ, ഈ ഒരു മുഹൂർത്തം, ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് 1000 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നൊരു നിമിഷമാണ്, ഒരു ക്ഷണമാണ്. ക്ഷൺ ക്യാ ഹെ? മൊമെൻറ്റ്. 1000 വർഷത്തിൽ 1000 വർഷോ മേ 1000 വർഷത്തിൽ വരുന്ന കുറച്ച് നിമിഷങ്ങളാണ്. കുച്ച് ക്ഷൺ കെ ലിയെ ആത്താ ഹെ. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മാത്രം വരുന്ന ഒരു മുഹൂർത്തമാണിത്.
इस वक्त जो फांसी पर चढ़ेगा उसे अगले जन्म में आपके राज्य से 5 गुना बड़ा राज वैभव प्राप्त होगा. ഈ ഒരു നിമിഷത്തിൽ ആരാണോ തൂക്കിലേൽക്കുന്നത് അല്ലെങ്കിൽ മരിക്കപ്പെടുന്നത് അവർക്ക് എന്താണ് അകലെ ജന്മ അടുത്ത ജന്മത്തിൽ ആപ്കെ രാജ്യസെ താങ്കളുടെ രാജ്യത്തിനേക്കാൾ 5 ഗുണ 5 മടങ്ങ് ബഡാ രാജ്യം വലിയ രാജ്യം വൈഭവ് പ്രാപ്ത ഹോക അങ്ങയുടെ രാജ്യത്തിനേക്കാൾ 5 മടങ്ങ് വരുന്ന രാജ്യവും അതിൻ്റെ വൈഭവം അതിൻ്റെ പ്രതാപവും ആഡംബരങ്ങളും ഒക്കെ കിട്ടും. അതായത് അങ്ങയുടെ രാജ്യം അത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ ചെറുത്. അങ്ങയുടെ ഈ രാജ്യത്തിൻ്റെ 5 മടങ്ങ് വരുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് കിട്ടും ഈ ഒരു നിമിഷത്തിൽ മാത്രം. अंधेर नगरी का राजा निरा मूर्ख और चौपटा ही वह अव्वल दर्जे का लालची भी था. ഉസ്നെ ഗുരു ശിഷ്യസെ കഹ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ അന്ധേർ നഗരിയിലെ രാജാവുണ്ടല്ലോ, അന്ധേർ നഗരി കാ രാജ നിരാ മൂർഖ്. നിരാ ക്യാ ഹെ യഹാ ദേഖോ നീച്ചെ. നിരാ കാ അർത്ഥ ഹെ ബഹുത്. ബഹുത് എന്ന് വെച്ചാൽ വളരെ വലിയ എന്നുള്ളതാണ്. നിരാ മൂർഖ് വളരെ വലിയൊരു മണ്ടനാണ്. അത് ആദ്യമേ തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. അന്ധേർ നഗരി കാ രാജ നിരാ മൂർഖ് ഹെ, ബഹുത് മൂർഖ് ഹെ ഔർ ചൗപ്പട്ട് ഭി ഹെ. അയാളൊരു എന്താണ് ബുദ്ധിശൂന്യനും കൂടിയാണ്, ബുദ്ധിയില്ലാത്ത ഒരു പൊട്ടത്തരങ്ങൾ മാത്രം പറയുന്ന ഒരാൾ. ഔർ വഹ അവൽ ദർജിക ലാലച്ചി ഭീത. അതുപോലെ അദ്ദേഹം എന്താണ് വളരെയധികം അത്യാഗ്രഹിയാണ്. എത്ര കിട്ടിയാലും അയാൾക്ക് മുഴുക്കില്ല, അയാൾക്ക് മതിയാകത്തില്ല. അയാൾക്ക് പിന്നെയും വേണമെന്ന ആഗ്രഹമുള്ള അത്രയും അത്യാഗ്രഹമുള്ള ഒരു രാജാവുമാണ് നമ്മുടെ ഈ രാജാവ്. ഉസ്നെ ഗുരു ശിഷ്യസെ കഹ. അപ്പോൾ ഈ രാജാവ് ഈ പറഞ്ഞ കാര്യം, നമ്മുടെ ഗുരു പറഞ്ഞ ഈ കാര്യം കേട്ടപ്പോഴത്തേക്കും ഇയാൾക്ക് എന്തായി അത്യാഗ്രഹം മൂത്തു. അത്യാഗ്രഹം കൊണ്ട് അയാളിങ്ങനെ മനസ്സിൽ കണ്ടു, എൻ്റെ രാജ്യത്തിനേക്കാളും വലിയ രാജ്യം കിട്ടുകയല്ലേ. ഇത് കേട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, ഉസ്നെ ഗുരു ശിഷ്യസെ കഹ. ഗുരുവിനോടും ശിഷ്യനോടും പറഞ്ഞു, കങ്കാൽ കഹീം കെ സൂറത്ത് ദേഖി ഹെ ആയിനെ മേ അപ്പനി. അല്ലയോ പാപ്പരാസികളെ, കങ്കാൽ മാനെ യഹാ ദേഖോ നീച്ചെ വഹ വ്യക്തി ജിസ്കെ പാസ് കുച്ച് ഭി ന ഹോ അത്യന്ത നിർധൻ. അത്യന്ത നിർധൻ അതായത് ഒരു വ്യക്തി അയാളുടെ കയ്യിൽ ഒന്നുമില്ല, അതല്ലെങ്കിൽ അത്യന്ത നിർധൻ, ഒട്ടും എന്താണ് ധനമില്ലാത്ത, നിർധനനായിട്ടുള്ള, ദരിദ്രനായിട്ടുള്ള. എന്താണ് പറയുന്നത്? ശിഷ്യസെ കഹ. ശിഷ്യനോടും ഗുരുവിനോടും പറയുകയാണ്, രാജാവ് പറയാണ്, കങ്കാൽ കഹി കെ സൂറത്തേക്ക് ഹേ. അല്ലയോ പാപ്പരാസികളെ, അല്ലയോ ദരിദ്രന്മാരെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ഈ രൂപം നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ആയിനേമേ മപ്പനി. ആയിന മനെ കണ്ണാടി. നിങ്ങളുടെ മുഖം നിങ്ങളുടെ കണ്ണാടി, നിങ്ങൾ ഏതെങ്കിലും കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ഇവിടെ ആയേ ഹേ, വലിയ ആൾക്കാർ വന്നിരിക്കുന്നു. എന്താണ്? 5 ഗുണ ബഡ രാജിക്ക രാജബെന്നെ. 5 മടങ്ങ് വലിപ്പമുള്ള രാജ്യത്തിൻ്റെ രാജാവാകാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരെ വഴക്ക് പറയാണ്? നമ്മുടെ ഗുരുവിനോടും ശിഷ്യനോടും വളരെയധികം ക്രോധത്തോടെ ആര് സംസാരിക്കുന്നു? രാജാവ് സംസാരിക്കുകയാണ്. അരെ ടഹരോ. എന്നിട്ട് പറയാണ്, മാറി നിന്നേ അങ്ങോട്ട്. മേ ഖുദ് ഫാസി ചടൂങ്ക. ഞാൻ സ്വയം തൂക്കിലേറിക്കൊള്ളാം. നിങ്ങളാരും ഇവിടെ തൂക്കിലേറേണ്ട കാര്യമൊന്നുമില്ല. यह कहकर उसने जल्लाद से फांसी का फंदा छीन कर अपने गले में डाल लिया और फांसी पर झूल गया. ഇത്രയും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മുടെ രാജാവ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ തൂക്കിലേറിക്കൊള്ളാമെന്ന് പറഞ്ഞ് നമ്മുടെ ജല്ലാദിൻ്റെ കയ്യിൽ നിന്ന് തൂക്കുകയറിങ് വാങ്ങിയിട്ട് എന്ത് ചെയ്തു? അതിലേക്ക് രാജാവ് തൻ്റെ കഴുത്തിലേക്ക് ആ തൂക്കുകയറിട്ടു. എന്നിട്ട് അതിലേക്ക് തൂങ്ങി. ഛൂൽ ഗയ, അതിലേക്ക് കയറി തൂങ്ങി. गंगाधर गुरुजी के साथ वहाँ से तुरंत खिसक गया. खिसकना, यहाँ देखिए खिसकना का अर्थ है बच निकलना. बच निकलना माने രക്ഷപ്പെടുക. ഗംഗാധർ ഗുരുജി കെ സാത്ത് വഹാ സെ തുരന്ത് ഖിസക് ഗയ. ഗംഗാധർ ഗുരുജിയുടെ കൂടെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു, തടിതെപ്പിക്കളഞ്ഞു. കാരണം മറ്റാർക്കും മനസ്സിലായില്ല ഇവർ തന്ത്രം പ്രയോഗിച്ചതാണെന്നുള്ളത് ബാക്കി ആർക്കും മനസ്സിലായില്ല. ആജ് ഭി യഹ് ലോ കഹാവത് പ്രചൽത് ഹെ. ഇപ്പോഴും ഇതൊരു പഴഞ്ചൊല്ലായിട്ട് ലോകത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോഴും വളരെ പ്രചാരത്തിലുള്ളൊരു പഴഞ്ചൊല്ലാണ്. ഏത്? അന്ധേർ നഗരി ഓർ ചൗപ്പട്ട് രാജ ടക്കേസേർ ഭാജി ടക്കേസേർ ഖാജ. എന്താണിത്? ഇതൊരു പഴഞ്ചൊല്ലാണ്, ഹിന്ദിയിലെ ഒരു പഴഞ്ചൊല്ലാണ്. അന്ധേർ നഗരി ഓർ ചൗപ്പട്ട് രാജ ടക്കേസേർ ഭാജി ടക്കേസേർ ഖാജ. ദേഖാ എന്താണ്? അന്ധേർ നഗരി ഓർ ചൗപ്പട്ട് രാജ ടക്കേസേർ ഭാജി ടക്കേസേർ ഖാജ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ജിസ് ജഗഹ കാ മുഖിയ യാ രാജ.
ही मूर्ख हो तो वहाँ पर हमेशा अन्याय होता ही रहेगा और किसी भी चीज़ का कोई മൂല്യം नहीं होगा. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമാണ് ഞാനിവിടെ പറയുന്നത്. ജിസ് ജഗഹ് കാ മുഖ്യായ രാജ, ഈ ഏതൊരു നാടിൻ്റെ ആണോ രാജാവോ അല്ലെങ്കിൽ മുഖ്യനോ, ഹി മൂർക്ക് ഹോ മണ്ടനായിട്ടുള്ളത് അല്ലെങ്കിൽ ബുദ്ധിശൂന്യനായിട്ടുള്ളത്, തോ വഹാ പർ ഹമേശ അന്യായ ഹി ഹോക, അവിടെ എപ്പോഴും എന്തായിരിക്കും, അന്യായം മാത്രമായിരിക്കും നടക്കുന്നത്. രാജാവാണ് ന്യായാധിപൻ അല്ലേ, ന്യായം നൽകേണ്ട രാജാവ് അന്യായം കാണിച്ചാൽ അല്ലെങ്കിൽ മണ്ടത്തരം കാണിച്ചാൽ എന്ത് ചെയ്യും? और किसी भी चीज़ का कोई मूल्य ही होगा, അവിടെ എന്താണ്, ഒരു അവിടെ വസ്തുക്കൾക്കും ഒരു മൂല്യവും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്, ജിസ് ജഗഹ് പർ मुखिया या राजा ही मूर्ख हो तो वहाँ पर हमेशा अन्याय ही होगा और वहाँ के वस्तुओं या चीज़ों को कोई मूल्य नहीं होगा, അവിടെ ആ വസ്തുക്കൾക്ക് മൂല്യം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് ഇത്രയും നമ്മൾ ഈ സ്റ്റോറിക്കകത്ത് പറഞ്ഞത്. അപ്പോൾ മനസ്സിലായില്ലേ, അവസാനം എന്താണ്, രാജാവ് എന്ത് ചെയ്തു, നമ്മുടെ ഗുരുജി എന്ത് ട്രിക്കാണ് ചെയ്തത്? ഗുരുജി പറഞ്ഞു 1000 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന നിമിഷമാണിത്. ഈ നിമിഷത്തിൽ തൂക്കിലേറിയാൽ, മരണപ്പെട്ടാൽ ഈ രാജാവിൻ്റെ അല്ലെങ്കിൽ ഈ രാജസമ്പത്തിനേക്കാളും 5 മടങ്ങ് കൂടുതൽ വലുപ്പമുള്ള രാജസമ്പത്തും രാജ്യവും ആഡംബരങ്ങളും പ്രതാപങ്ങളും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആർത്തി പൂണ്ട രാജാവ് എന്ത് ചെയ്തു? സ്വയം തൂക്കിലേറി അല്ലേ. നിങ്ങൾ ആരും തൂക്കിലേറണ്ട, നിങ്ങൾക്ക് തൂക്കിലേറി കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടില്ല, അപ്പം ഞാൻ രാജാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ തൂക്കിലേറിക്കൊള്ളാം, എനിക്ക് ഇനിയും രാജാവാകണം, 5 മടങ്ങ് വലുപ്പമുള്ള രാജ്യത്തിൻ്റെ രാജാവാകണം എന്ന് പറഞ്ഞിട്ട് ആര് തൂക്കിലേറി? നമ്മുടെ ഈ മണ്ടനായിട്ടുള്ള രാജാവ്, ബുദ്ധിശൂന്യനായിട്ടുള്ള രാജാവ് തൂക്കിലേറി. അങ്ങനെ ആ രാജാവ് എന്ത് ചെയ്തു? കൊല്ലപ്പെട്ട് കാണും അല്ലേ, മരിച്ചു കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? വളരെ നല്ല സ്റ്റോറി അല്ലേ? അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കുക. उसके बाद कोई डाउट है तो मुझसे पूछना. बाकी अब ये स्टोरी നമ്മൾ തീർത്തിരിക്കുകയാണ്, ബാക്കി നോട്ട്സ് में दे दूँगी. धन्यवाद.